പ്രൈസ് ദി ലോർഡ്. ദൈവനാമമഹത്വം ഉണ്ടായിരിക്കട്ടെ. രാവിലെക്കാലം കർത്താവിൻ്റെ പാദപീഠത്തിലായിരിക്കുമ്പോൾ ഇന്നത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന തിരുവചനം ശമൂവേൽ പ്രവാചകന്റെ 1-ാം പുസ്തകം 13-ാം അധ്യായം 14-ാം വാക്യം. ഇപ്പോഴോ നിന്റെ രാജ്യത്വം നിലനിൽക്കയില്ല. യഹോവ നിന്നോട് കൽപ്പിച്ചതിനെ നീ പ്രമാണിക്കായ്ക കൊണ്ട് തനിക്ക് ബോധിച്ച ഒരു പുരുഷനെ യഹോവ അന്വേഷിച്ചിട്ടുണ്ട്. അവനെ യഹോവ തൻ്റെ ജനത്തിന് പ്രഭുവായി നിയമിച്ചിരിക്കുന്നു. പ്രിയ മക്കളെ, പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ ദൈവഹിതമില്ലാത്തത് കടന്നു വരുമ്പോൾ കർത്താവ് അതിന് നമ്മെ ഉദ്ദേശിച്ചതിലുപരിയായിട്ട് നാം ദൈവഹിതത്തിനനുസരിച്ച് നിൽക്കുകയില്ല എങ്കിൽ ദൈവം അതിന് നേരെ ഓപ്പോസിറ്റായ കാര്യങ്ങൾ ചിന്തിക്കുവാനും അത് ചെയ്യുവാനും ഇടയായിത്തീരും. നോക്കൂ, ശൗലിന്റെ തോൽവിയുടെ കാരണങ്ങളിൽ ഒന്നാമത്തേതാണ് അഹങ്കാരം. ഹല്ലേലൂയ. ശമൂവേൽ വരാൻ താമസിച്ചപ്പോൾ യാഗം കഴിക്കുന്നതിന് അർഹതയില്ലാതിരുന്ന ശൗൽ തന്നെ ഹോമയാഗം കഴിക്കുവാൻ ഇടയായിത്തീർന്നു. അതായത് ശമൂവേൽ പ്രവാചകന്റെ 1-ാം പുസ്തകം 13-11 മുതൽ വായിക്കുമ്പോൾ അത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇവിടെ പറയും, നീ ചെയ്തത് എന്തെന്ന് ശമൂവേൽ ചോദിച്ചു. അതിന് ശൗൽ, ജനം എന്നെ വിട്ടു ചിതർന്നു എന്നും നിശ്ചയിച്ച അവധിക്ക് നീ എത്തിയില്ല എന്നും ഫെലിസ്ത്യർ മിക്മാസിൽ കൂടിയിരിക്കുന്നു എന്നും ഞാൻ കണ്ടിട്ട് ഫെലിസ്ത്യർ ഇപ്പോൾ ഇങ്ങ് ഗിൽഗാലിൽ വന്ന് എന്നെ ആക്രമിക്കും. ഞാൻ യഹോവയോട് കൃപയ്ക്കായി അപേക്ഷിച്ചതുമില്ലല്ലോ എന്ന് വെച്ച് ഞാൻ ധൈര്യപ്പെട്ട് ഹോമയാഗം കഴിച്ചു പോയി എന്ന് പറഞ്ഞു. പ്രിയ മക്കളെ, നമ്മെ ഏൽപ്പിച്ച കാര്യങ്ങൾ മാത്രമേ നാം ചെയ്യാവൂ. നമ്മെ ഏൽപ്പിക്കാത്ത ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ അവിടെ തോൽവി മാത്രമേ സംഭവിക്കുള്ളൂ. ഇവിടെ നോക്കൂ, 13-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ശമൂവേൽ ശൗലിനോട് പറഞ്ഞത്, നീ ചെയ്തത് ഭോഷത്വം. നിന്റെ ദൈവമായ യഹോവ നിന്നോട് കൽപ്പിച്ച കൽപ്പന നീ പ്രമാണിച്ചില്ല. യഹോവ ഇസ്രായേലിന്മേൽ നിന്റെ രാജ്യത്വം എന്നേക്കും സ്ഥിരമാക്കുമായിരുന്നു. ഇപ്പോഴോ നിന്റെ രാജ്യത്വം നിലനിൽക്കുകയില്ല. യഹോവ നിന്നോട് കൽപ്പിച്ചതിനെ നീ പ്രമാണിക്കായ്ക കൊണ്ട് തനിക്ക് ബോധിച്ച ഒരു പുരുഷനെ യഹോവ അന്വേഷിച്ചിട്ടുണ്ട്. അവനെ യഹോവ തൻ്റെ ജനത്തിന് പ്രഭുവായി നിയമിച്ചിരിക്കുന്നു. പ്രിയ മക്കളെ, ദൈവഹിതമില്ലാതെ ഹല്ലേലൂയ നാം ഒരു കാര്യം ചെയ്യുവാൻ പോകരുത്. ഹല്ലേലൂയ. നമ്മളെ കൊണ്ട് എന്താണ് ചെയ്യുവാൻ അപ്പൻ ആഗ്രഹിക്കുന്നത് അത് മാത്രം നാം ചെയ്യുവാൻ ഹല്ലേലൂയ ഒരുക്കമുള്ളവരായിരിക്കണം. നമുക്കെല്ലാം കഴിയുമെന്നും പറഞ്ഞ് നാം എന്തും ചെയ്യുവാൻ മുന്നോട്ട് കാൽ വെക്കരുത്. ഹല്ലേലൂയ. അതിൻ്റെ ആപത്ത്, അതിൻ്റെ അവസാനം ആപത്തിലേക്ക് തന്നെയാണ് ചെന്നെത്തുന്നത്. ഹല്ലേലൂയ. അടുത്തതായിട്ട് ശൗലിന്റെ തോൽവിയുടെ ഒരു കാരണമാണ് അസൂയ. ഹല്ലേലൂയ. ദാവീദിന്റെ സാമർത്ഥ്യത്തിലും പ്രസിദ്ധിയിലും അസൂയ തോന്നുവാൻ ഇടയായിത്തീർന്നു. ഹല്ലേലൂയ. ശമൂവേൽ പ്രവാചകന്റെ പുസ്തകം 18-ാം അധ്യായം നോക്കുമ്പോൾ അത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. 18-7 മുതലുള്ള വാക്യത്തിൽ അത് വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. നോക്കൂ, സ്ത്രീകൾ വാദ്യഘോഷത്തോടെ ഗാനപ്രതിഗാനമായി ശൗൽ 1000 കൊന്നു, ദാവീദോ 10,000 എന്ന് പാടി. അപ്പോൾ ശൗൽ ഏറ്റവും കോപിച്ചു. ഈ വാക്ക് അവന് അനിഷ്ടമായി. അവർ ദാവീദിന് 10,000 കൊടുത്തു, എനിക്ക് 1000 മാത്രമേ തന്നുള്ളൂ. ഇനി രാജ്യത്വമല്ലാതെ അവന് കിട്ടുവാൻ എന്തുള്ളൂ എന്ന് അവൻ പറഞ്ഞു. അന്ന് മുതൽ ശൗലിന് ദാവീദിനോട് കണ്ണുകടി ഉണ്ടായി. ഹല്ലേലൂയ. പ്രിയ മക്കളെ, നമ്മുടെയും ജീവിതത്തിൽ ഇതുപോലെയാണ്. മറ്റുള്ളവന്റെ ഹല്ലേലൂയ ഉയർച്ചയിൽ അസൂയ തോന്നരുത്. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ പലപ്പോഴും കാണുന്നത് ഇതാണ്. ഈ അസൂയ ജീവിതത്തിൽ കടന്നു വരികയാണെങ്കിൽ അവിടെ പരാജയം തന്നെ, തോൽവി തന്നെ ഉണ്ടാകുവാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. 18-ാം അധ്യായം 29-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ശൗൽ ദാവീദിനെ പിന്നെയും അധികം ഭയപ്പെട്ടു. ശൗൽ ദാവീദിന്റെ ശത്രുവായി തീർന്നു. ഹല്ലേലൂയ. പ്രിയ മക്കളെ, ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മറ്റുള്ളവരുടെ ഉയർച്ച കാണുമ്പോൾ അവരെ ശത്രുക്കളായി കാണുവാനല്ല, അവരെ സ്നേഹിക്കുന്നവരായി അവരുടെ ഉയർച്ചയിൽ സന്തോഷിക്കുകയാണെങ്കിൽ ആ ഉയർച്ചയുടെ പദവിയിലേക്ക് നമുക്കും ഹല്ലേലൂയ ചില സ്ഥാനമാനങ്ങൾ ലഭിക്കാനിടയായിത്തീരും. ഹല്ലേലൂയ. കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. പ്രിയ മക്കളെ, 19-ാം അധ്യായത്തിലെ 8 മുതലുള്ള വാക്യത്തിലും നമുക്ക് വായിക്കാൻ
കഴിയുന്നുണ്ട്. പിന്നെ യുദ്ധമുണ്ടായാറെ ദാവീദ് പുറപ്പെട്ട് ഫെലിസ്ത്യരോട് പടവെട്ടി അവരെ കഠിനമായി തോൽപ്പിച്ചു. അവർ അവന്റെ മുമ്പിൽ നിന്ന് ഓടി. യഹോവയുടെ പക്കൽ നിന്ന് ദുരാത്മാവ് പിന്നെയും ശൗലിന്റെ മേൽ വന്നു. അവൻ കയ്യിൽ കുന്തവും പിടിച്ച് തന്റെ അരമനയിൽ ഇരിക്കുകയായിരുന്നു. ദാവീദ് കിന്നരം വായിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ ശൗൽ ദാവീദിനെ കുന്തം കൊണ്ട് ചുവരോട് ചേർത്ത് കുത്തുവാൻ നോക്കി. അവനോ ശൗലിന്റെ മുമ്പിൽ നിന്ന് മാറിക്കളഞ്ഞു. കുന്തം ചുവരിൽ തറച്ചു. ദാവീദ് ആ രാത്രി തന്നെ ഓടിപ്പോയി രക്ഷപ്പെട്ടു. ദാവീദിനെ കാത്തു നിന്ന് രാവിലെ കൊന്നു കളയേണ്ടേനെ ശൗൽ അവന്റെ വീട്ടിലേക്ക് ദൂതന്മാരെ അയച്ചു. ദാവീദിന്റെ ഭാര്യയായ മീഖൾ അവനോട്, ഈ രാത്രി നിന്റെ ജീവനെ രക്ഷിച്ചു കൊണ്ടില്ല എങ്കിൽ നാളെ നിന്നെ കൊന്നുപോകുമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ നോക്കൂ, ഹല്ലേലൂയ. പലപ്പോഴും അസൂയ ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ദിവസങ്ങളിൽ നമ്മുടെ അസൂയയെല്ലാം മാറ്റിയിട്ട് ദൈവഗീതത്തിനനുസരിച്ച് നമ്മൾ ജീവിക്കുന്നവരായി തീരണം. ഹല്ലേലൂയ. പിന്നീടാണ് ശൗലിന്റെ തോൽവിയുടെ കാരണം ഹല്ലേലൂയ ക്രൂരത. ശൗൽ ദാവീദിനോട് വളരെ ക്രൂരമായിട്ട് പെരുമാറിയതായിട്ട് നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. അനുസരണക്കേട്, അതാണ് നമ്മൾ വായിച്ചത്. ഹല്ലേലൂയ. അതായത് പലപ്പോഴും അനുസരണക്കേട് ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ഹല്ലേലൂയ പല തെറ്റുകുറ്റങ്ങൾക്കും പല തോൽവികൾക്കും കാരണമായി തീരും. ശൗൽ അമാലേക്യ രാജാവായിരുന്ന ആഗാഗിനെയും മേത്തരമായ ആടുകളെയും ജീവനോട് സൂക്ഷിക്കുകയും നിസാരമായവ മാത്രം നിർമൂലമാക്കുകയും ചെയ്തു. ഹല്ലേലൂയ. കൊല്ലണമെന്ന് പറയുന്നതിന് എല്ലാം കൊല്ലാതെ അവർക്ക് വേണ്ടുന്നതിനെ മാത്രം മാറ്റിവെച്ചിട്ട് ചിലതിനെ മാത്രം ഹല്ലേലൂയ നിർമൂലമാക്കി. പ്രിയ മക്കളെ, 1 ശമൂവേൽ ഹല്ലേലൂയ 15-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ആകയാൽ നീ ചെന്ന് അമാലേക്യരെ തോൽപ്പിച്ച് അവർക്കുള്ളതൊക്കെയും നിർമൂലമാക്കി കളക. അവരോട് കനിവ് തോന്നരുത്. പുരുഷനെയും സ്ത്രീകളെയും കുട്ടികളെയും മുല കുടിക്കുന്നവരെയും കാള, ആട്, ഒട്ടകം, കഴുത എന്നിവയെയും സംഹരിച്ചു കളക. ഹല്ലേലൂയ. 9-ാം വാക്യത്തിൽ, എന്നാൽ ശൗലും ജനവും ആഗാഗിനെയും ആട്, മാട്, തടിച്ച മൃഗം എന്നിവയും മേത്തരമായവയും കുഞ്ഞാടുകളെയും ഉത്തമമായവയൊക്കെ നിർമൂലമാക്കുവാൻ മനസ്സില്ലാതെ ജീവനോട് സൂക്ഷിച്ചു. ഹീനവും നിസാരവുമായവയൊക്കെ അവർ നിർമൂലമാക്കി കളഞ്ഞു. പലപ്പോഴും അനുസരണക്കേട് ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അത് തോൽവിക്ക് കാരണമായി തീരും. കർത്താവ് പറയുന്നത്, യേശുപ്പൻ നമ്മളോട് എന്തു പറയുന്നു അത് അനുസരിക്കുവാൻ നമ്മള് ഉത്തരവാദിത്തപ്പെട്ടവരാണ്. ഹല്ലേലൂയ. 21-ാം വാക്യം മുതൽ വായിക്കുന്നുണ്ട്, എന്നാൽ ജനം ശപഥാർപ്പിത വസ്തുക്കളിൽ വിശേഷമായ ആടുമാടുകളെ കൊള്ളയിൽ നിന്നെടുത്ത് ഗിൽഗാലിൽ നിന്റെ ദൈവമായ യഹോവയ്ക്ക് യാഗം കഴിപ്പാൻ കൊണ്ടുവന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ശമൂവേൽ പറഞ്ഞത്, യഹോവയുടെ കൽപ്പന അനുസരിക്കുന്നത് പോലെ ഹോമയാഗങ്ങളും ഹനനയാഗങ്ങളും യഹോവയ്ക്ക് പ്രസാദമാകുമോ? ഇതാ അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലത്. മത്സരം ആഭിചാരം പോലെയും ആഭിചാരദോഷം പോലെയും ശാഠ്യം മിഥ്യാപൂജയും വിഗ്രഹാരാധന പോലെയും ആകുന്നു. പ്രിയ മക്കളെ, ഹല്ലേലൂയ. അനുസരണക്കേട് ജീവിതത്തിലുണ്ടെങ്കിൽ അത് തോൽവിക്ക് കാരണമായി തീരും. ഹല്ലേലൂയ. അടുത്തതായിട്ട് ആഭിചാരം. ദൈവിക അരുളപ്പാടുകൾ ലഭിക്കാതിരുന്നത് കൊണ്ട് ശൗൽ എൽദോരിലെ വെളിച്ചപ്പാടത്തിയുടെ അടുക്കൽ പോയി ആലോചന ചോദിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ശമൂവേൽ പ്രവാചകന്റെ പുസ്തകം തന്നെ 28-ാം വാക്യത്തിൽ 28-ാം അധ്യായത്തിലേക്ക് നാം നോക്കുമ്പോൾ അത് കാണാൻ കഴിയുന്നുണ്ട്. പ്രിയ മക്കളെ, ഹല്ലേലൂയ. കർത്താവിന് ഗിതമില്ലാത്തത് ഹല്ലേലൂയ നാം ദൈവത്തിന് വേണം മുൻതൂക്കം കൊടുക്കുവാൻ. മുമ്പേ അവന്റെ രാജ്യവും നീതി അന്വേഷിക്കുന്നവരായി യേശുവിന് മുൻതൂക്കം കൊടുക്കുന്നവരായി തീരണം. ഇവിടെ നോക്കൂ, ഹല്ലേലൂയ. ദൈവിക അരുളപ്പാട് ലഭിക്കാതിരുന്നത് കൊണ്ട് ശൗൽ വെളിച്ചപ്പാടത്തിയുടെ അടുക്കിലേക്ക് പോയതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. 28-ാം അധ്യായത്തിലെ 7-8 വാക്യത്തിൽ പറയുന്നുണ്ട്, അപ്പോൾ ശൗൽ തന്റെ ഭൃത്യന്മാരോട്, എനിക്കൊരു വെളിച്ചപ്പാടത്തി അന്വേഷിപ്പീൻ, ഞാൻ അവളുടെ അടുക്കൽ ചെന്ന് ചോദിക്കുമെന്ന് പറഞ്ഞു. അവന്റെ ഭൃത്യന്മാർ അവനോട്, എൽദോരിൽ ഒരു വെളിച്ചപ്പാടത്തി ഉണ്ട് എന്ന് പറഞ്ഞു. ശൗൽ വേഷം മാറി വേറെ വസ്ത്രം ധരിച്ച് 2 ആളെയും കൂട്ടിപ്പോയി രാത്രിയിൽ ആ സ്ത്രീയുടെ അടുക്കലെത്തി വെളിച്ചപ്പാടാത്മാവ് കൊണ്ട് നീ എനിക്കായി പ്രശ്നം നോക്കുകയും ഞാൻ പറയുന്നതിനെ വരുത്തി തരികയും ചെയ്യണമെന്ന് പറഞ്ഞു. പ്രിയ മക്കളെ, ദൈവഹിതമില്ലാത്ത വഴിയിൽ പോയാൽ
ഹല്ലേലൂയ, വേണ്ടാത്ത മാർഗം അന്വേഷിച്ചാൽ അത് നമ്മുടെ തോൽവിക്ക് കാരണമായി തീരും. ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ കുർവാക്യം വായിച്ചത്, ഇപ്പോഴും നിന്റെ രാജ്യത്വം നിലനിൽക്കില്ല, യഹോവ നിന്നോട് കൽപ്പിച്ചതിനെ നീ പ്രമാണിക്കായിക കൊണ്ട് തനിക്ക് ബോധിച്ച ഒരു പുരുഷനെ യഹോവ അന്വേഷിച്ചിട്ടുണ്ട്. പ്രിയ ദൈവമക്കളെ, യേശുപ്പച്ചന്റെ ഹല്ലേലൂയ സന്നിധിയിൽ നിന്ന് അകന്നു മാറുകയാണെങ്കിൽ അപ്പൻ ഇഷ്ടമുള്ളവരെ തെരഞ്ഞെടുക്കുവാനിടയായിത്തീരും. ദൈവസന്നിധി നമ്മെ തന്നെ സമർപ്പിക്കാം. നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന കർത്തവ്യങ്ങളെ അത് വിശ്വസ്തയോടെ ചെയ്യുവാൻ നമ്മൾ ഒരുക്കമുള്ളവരായിരിക്കണം. ഇന്ന് വചനം കേൾക്കുന്ന ഓരോ മക്കളുടെ മേലും ദൈവത്തിന്റെ ആത്മാവ് ഹല്ലേലൂയ കർത്താവപ്പച്ചൻ എന്തു പറയുന്നു അതനുസരിച്ച് ചെയ്യുക. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നാം കാൽ വെക്കരുത്. ഹല്ലേലൂയ. ദൈവഹിതമില്ലാതെ ഹല്ലേലൂയ ഒരു വഴിക്ക് നമ്മൾ പോകരുത്. അത് തോൽവിക്ക് കാരണമായി തീരും. നമ്മളെ തന്നെ ദൈവസന്നിധി സമർപ്പിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് വചനം കേൾക്കുന്ന ഓരോ മക്കളുടെ ജീവിതത്തിലും അപ്പാ, ആരെങ്കിലും തന്റെ ഇഷ്ടത്തിനനുസരിച്ച് സ്വയമായിട്ട് കാര്യങ്ങൾ നോക്കുന്നുവെങ്കിൽ അപ്പാ, അത് ഹല്ലേലൂയ അവർക്ക് ചിന്തിക്കുവാനിടയായി തീരട്ടെ. കർത്താവിന് മുൻതൂക്കം കൊടുക്കുന്നവരായി തീരുവാൻ ഓരോ മക്കളെ സഹായിക്കണമേ. കരങ്ങളിൽ സമർപ്പിക്കുന്നു. അപ്പൻ ഓരോ മക്കളോട് സംസാരിക്കുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. God bless you all. ബിനുവജു, മുംബൈ. ഹല്ലേലൂയ. സ്തോത്രം.